അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് ആഗതമാകുകയാണ്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബുൻ ഷഹറുല്ലാഹ്, റജബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ആദരിച്ച മാസമാണ്, ബഹുമാനിച്ച മാസമാണ് പരിശുദ്ധ റജബ് മാസം. യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, മറ്റു അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ധന്യമാക്കേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റജബ് മാസം. നോമ്പ് നോക്കുന്നത് വളരെയധികം പ്രാധാന്യവും വളരെയധികം പ്രതിഫലവുമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റജബിന്റെ ആദ്യ രാത്രിക്ക് വളരെ ശ്രേഷ്ഠതയാണ് ഉള്ളത്. നാളെ റജബ് 1 ഇന്നത്തെ രാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് റജബിലെ ആദ്യ രാവ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന 5 രാവുകളിൽ ഒന്നാണ് റജബിലെ ആദ്യ രാവ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന 5 രാവുകളിൽ 1 വെള്ളിയാഴ്ച രാവ്, 2 ചെറിയ പെരുന്നാളിന്റെ രാവ്, 3 വലിയ പെരുന്നാളിന്റെ രാവ്, 4 റജബിലെ 1-ാം രാവ്, 5 ബറാഅത്ത് രാവ്. ഈ 5 രാവുകൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന അത്ഭുത രാവാണ് എന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. മഹാന്മാർ പഠിപ്പിക്കുന്നു, റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ പാപമോചനം തേടേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം. അതുകൊണ്ട് റജബിൽ നമ്മൾ ഒരുങ്ങണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണേ, റമളാനിലേക്ക് എത്തിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. മാത്രമല്ല, മഹാന്മാർ പഠിപ്പിക്കുന്നു, റജബിന്റെ ആദ്യ രാത്രിയിലും റജബിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും 70 പ്രാവശ്യം അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന ദിക്ർ ചൊല്ലിയാൽ അവന്റെ ശരീരത്തിന്റെ തൊലി നരകത്തിൽ തീയുമായി ചേരുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിക്ർ റജബിലെ രാത്രിയിലും റജബിലെ എല്ലാ ദിവസങ്ങളിലും 70 തവണ ചൊല്ലുക. അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു നൽകണേ, അല്ലാഹുവേ, നീ എനിക്ക് കരുണ ചെയ്യണേ, എന്റെ തൗബയെ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് അർത്ഥം വരുന്ന ഈ ദുആ 70 തവണ ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ശരീരം നരകത്തിൽ സ്പർശിക്കുകയില്ല. അത് മാത്രമല്ല, വണ്ണമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് റജബിൽ എല്ലാ ദിവസവും ഈ ദിക്ർ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ 70 പ്രാവശ്യം കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. اللهم اغفر لي وارحمني وتب علي. 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 اللهم اغفر لي وارحمني وتب علي.
اللهم اغفر لي وارحمني وتب علي 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 اللهم اغفر لي وارحمني وتب علي